ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വഴി തെറ്റിക്കാതെ ചിലപ്പോൾ വഴി തെറ്റിച്ചും കൊണ്ടുപോകുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ മാപ്പ് അല്ലേ. പലപ്പോഴും നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോണ സമയത്ത് ഗൂഗിൾ മാപ്പ് ഭയങ്കര ആശ്വാസമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ വല്ല കടലിൻ്റെ പുഴയുടെ അടുത്തൊക്കെ ചെന്നിട്ട് പറയാം നേരെ പൊക്കോ എന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മളെ വഴി മുട്ടിച്ച് കളയും. പക്ഷേ നമ്മളെ വഴി തെറ്റിക്കാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്ന, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു നക്ഷത്രം പോലെ വഴികാട്ടിയാകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആട്ടിടയന്മാർക്കും പൂജരാജാക്കന്മാർക്കും യേശുവിൻ്റെ അടുക്കലെത്തിയത് നക്ഷത്രം വഴി കാണിച്ചത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് മുമ്പിൽ നക്ഷത്രം പോലെ പ്രകാശിത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. വൈദികർ, സിസ്റ്റേഴ്സ്, സമർപ്പിതർ, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ അമ്മച്ചി, നമ്മുടെ അധ്യാപകർ, നമ്മുടെ മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളൊന്നും ചിന്തിക്കാതെ, അവർ പറയുന്ന വഴിയിലൂടെ ഒന്നും പോകാതെ നമുക്കിഷ്ടമുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വഴി മുട്ടി നിൽക്കുകയും വഴി തെറ്റിപ്പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല വഴികളിലൂടെ പോകണമെങ്കിൽ, വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ഇതേപോലെയുള്ള നക്ഷത്രങ്ങളെ നോക്കി നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ വഴി തെറ്റിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. നീ ഇതിലേ പൊക്കോ, ഇതാണ് ശരിയായ വഴി. അതുകൊണ്ട് നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും നമ്മുടെ അധ്യാപകരുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ട് അത് ശ്രദ്ധിച്ച് നല്ല വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.